അതിനായിട്ട് ഞാനിവിടെ 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ഇടാം. ചിക്കൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് എരി ചിക്കനിലെങ്കിലും ഉള്ളത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 2 ടീസ്പൂൺ ഇട്ടു. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവിൻ്റെ കളർ തന്നെ മാറിപ്പോവേ. ഇനി 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതായത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയുടെയും ചെറിയ അല്ലിയായിട്ടുള്ള വെളുത്തുള്ളി ആയതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി എടുത്ത് ഇത് രണ്ടും കൂടെ അരച്ച് മിക്സ് ചെയ്ത സാധനമാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണേ. എന്നാൽ മാത്രമേ ഈ കഷ്ണങ്ങൾ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ചിക്കൻ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇത് കുക്കായിട്ട് വരാൻ ഈസിയാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് നേരം എണ്ണയിലിട്ട് ചെയ്യുമ്പോൾ ഷാലോ ഫ്രൈ മാറി അത് ഡീപ്പ് ഫ്രൈയും ഒക്കെ ആയിപ്പോകും. ഞാനൊരു 20 മിനിറ്റ് ഈ മസാല തേച്ച ചിക്കൻ റെഫ്രിജറേറ്ററിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നല്ലൊരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ റെസിപ്പിക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. എന്നാൽ പോലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെണ്ണ വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം കേട്ടോ. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാ ചിക്കൻ പീസസും ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണേ. എന്ന് വെച്ചാൽ നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ചിക്കൻ അവിടെ ഇരുന്ന് സെറ്റാവുന്ന നേരത്തിന് നമുക്ക് ഈ ഉപ്പുമാവിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് അരിഞ്ഞെടുക്കാം. അതിനായിട്ട് വലിയ 2 സവാളയാണ് ഞാനിവിടെ അരിഞ്ഞെടുക്കുന്നത്. അത് ഇതുപോലെ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കണേ. വലിയ സൈസുള്ള സവാള ആയിരുന്നുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തത്. ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ഒക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ക്യാരറ്റ് അരിയേണ്ടത് 2 ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ തന്നെ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കാം. എരിക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇടാം. ചിക്കൻ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് പച്ചമുളക് കൂടുതലിടുന്നത് കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണേ. ഒരു കൈപ്പിടി ബീൻസ് എടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് ആയതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 12 മിനിറ്റ് കൊണ്ട് ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേഗം കുക്കായിട്ട് കിട്ടും. പിന്നെ നമുക്ക് ഇനി അത് ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതി. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം. അതിന് വീണ്ടും എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ച് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയാൽ ഇതുപോലെ എണ്ണ കുടിക്കാതെ നല്ല ഷാലോ ഫ്രൈ ആയിട്ട് കിട്ടും. ഇത്രയും ചെയ്താൽ മതി. ഇനി അതേ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്ന് വറുത്തെടുക്കണം. ഞാനിപ്പോൾ എന്തായാലും ഒരു കൈപ്പിടി അണ്ടിപ്പരിപ്പും ഒരു കൈപ്പിടി മുന്തിരി ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ മുന്തിരിയൊക്കെ ഒന്ന് ഇതുപോലെ വീർത്ത് വരുമ്പോഴത്തേക്ക് അതിങ്ങ് മാറ്റാം. പിന്നെ ഇനി ആ ചട്ടിയിൽ ഒന്നുകിൽ നേരത്തെ ഒഴിച്ച നെയ്യുടെ ബാക്കി ഉണ്ടെങ്കിൽ എണ്ണ ഒഴിക്കണ്ട. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്നും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ ഉഴുന്നിൻ്റെ കളർ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറാവണം. അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഒരു കളറിലെത്തുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും ഇട്ട് കൊടുത്ത് ഉപ്പും ഇട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം. ഉപ്പിടുമ്പം വീണ്ടും ശ്രദ്ധിക്കണം, കാരണം നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപ്പുമാവിൻ്റെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് വാടി വരട്ടെ. ആ നേരത്തിന് റവ ഒന്ന് വറുത്തെടുക്കണം. ഓൾറെഡി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന റോസ്റ്റഡ് റവ ആണെങ്കിൽ പോലും ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. നെയ്യിലൊന്നും ചെയ്യേണ്ട, അല്ലാതെ തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ 1.5 കപ്പ് റവ എടുത്തിരിക്കുന്നത്. എൻ്റെ ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml ഒരു കപ്പാണ് കേട്ടോ. ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലൊരു മൂത്ത മണം വരുമ്പോഴത്തേക്ക് അങ്ങ് അണച്ചു കൊടുത്താൽ മതി. ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയതിന് ശേഷം നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കണം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ റവയും വെജിറ്റബിൾസും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അഥവാ ഈ ചട്ടിക്ക് ചീനച്ചട്ടി എന്ന് പറയുമ്പോൾ ഇരുമ്പ് ചീനച്ചട്ടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നല്ല ചൂടായിട്ട് കിടക്കുന്ന സാധനമായിരിക്കും. അതുകൊണ്ട് ഒന്നുകിൽ തീ അണച്ചതിന് ശേഷം വേണം ഇത് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഓവറായിട്ട് ഡ്രൈ ആയി പോകും നമ്മുടെ ഈ റവ. അതുകൊണ്ട് ഇതുപോലെ നല്ല പുട്ട് നനച്ചതുപോലെ ഇതുപോലെ മിക്സായിട്ട് വരും. അതിലേക്ക് ആവശ്യത്തിന് തിളച്ച വെള്ളം ഒഴിക്കേണ്ടത്. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ. ചൂടുവെള്ളമല്ല, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെ ഒഴിക്കണം. അപ്പം ഞാനിവിടെ വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും ഉപ്പുമാവിന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഒഴിച്ച് നോക്കുമ്പം ഇതിൻ്റെ മേൽഭാഗം നനവ് വരുന്ന ഒരു സമയമുണ്ടല്ലോ, ഇതുപോലെ
ആ സമയമാകുമ്പോൾ ഞാൻ അങ്ങ് നിർത്തും. അത്രയും വെള്ളം മാത്രമേ ഞാൻ ഒഴിക്കാറുള്ളൂ. എന്നിട്ട് ഇതുപോലെ അടച്ച് വെച്ച് വേണം ബാക്കി കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ, 10 മിനിറ്റ് വേണ്ട, അതിനുള്ളിൽ തന്നെ ഇത് കുക്കായിട്ട് കിട്ടും കേട്ടോ. കാരണം കൂടുതൽ വെള്ളം ഒഴിക്കാനെന്ന് വെച്ചാൽ എനിക്കിത് പുട്ടുപോലെ നല്ല മാറി മാറി ഇരിക്കണം, അല്ലാതെ ഇത് കട്ട കെട്ടിയിരിക്കുന്ന ഉപ്പുമാവ് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ കുക്കായതിനു ശേഷം ഇളക്കി നോക്കുമ്പോൾ ആദ്യം നമ്മൾ ഈ ആവി ഇരിക്കുന്നതുകൊണ്ട് കട്ടയായിട്ടിരിക്കും, പക്ഷേ ആവി പോയി വരുന്തോറും എന്താ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് മാറി മാറി കിട്ടും കേട്ടോ. ഇത് നമ്മൾ ഇതിന് കുക്കാകാൻ വെച്ചതിന് ശേഷം, ഇതിൻ്റെ അടപ്പ് എടുത്തതിന് ശേഷം നമ്മൾ ഇളക്കി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ബാക്കി ഇളക്കാനായിട്ട് കേട്ടോ. ഇനി ഇപ്പം കണ്ടില്ലേ, നല്ല സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മാറി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ചിരകിയതും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കാഷ്നട്ടും കിസ്മിസും കൂടി ഇട്ട് ബാക്കി ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. ഈ ചിക്കൻ ഉപ്പുമാവ് ഈ ഒരു രീതിയിലല്ല, വേറെ പല മെത്തേഡിലും നമുക്കിത് ചെയ്തെടുക്കാം. അതൊക്കെ വഴിയെ ഞാൻ പിന്നൊരു ദിവസം ഇടാം. ഈസി ആയിട്ടുള്ള ഈ ചിക്കൻ ഉപ്പുമാവിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം, ഈ വീഡിയോയുടെ അഭിപ്രായം, പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ റെസിപ്പികൾ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒക്കെയും ഈ കമൻറ്റ് സെക്ഷനിൽ എഴുതണം കേട്ടോ. വീണ്ടും നല്ലൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണുന്നതുവരെ ബൈ.